കഴിഞ്ഞ മാസം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡിസസുകളിലും സ്റ്റോക്കുകളിലും കറക്ഷൻ വന്നപ്പോൾ പല വിപണി വിശകലന വിദഗ്ധരും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഒഴിവാക്കി ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ വാങ്ങാൻ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിൽ വന്ന കറക്ഷനെ ഒരവസരമാക്കി പ്രയോജനപ്പെടുത്തി മാർച്ച് മാസത്തിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർച്ച് മാസത്തെ മ്യൂച്വൽ ഫണ്ടുകളുടെ ബൈയിങ് സെല്ലിംഗ് ഡാറ്റ ഇന്ന് പുറത്തു വന്നു. ഈ ബൈയിങ് സെല്ലിംഗ് ഡാറ്റയിൽ നിന്നും മനസ്സിലാക്കുന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡസ്സുകളിൽ വന്ന കറക്ഷനെ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ബൈ ഓൺ ഡിപ്പ് അവസരമാക്കി പ്രയോജനപ്പെടുത്തി. 127 മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ 127 മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ 69 എണ്ണത്തിലും മ്യൂച്വൽ ഫണ്ടുകൾ മാർച്ച് മാസത്തിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി, 58 എണ്ണത്തിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചു. ഇതിൽ തന്നെ 19 മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ 865 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. 29 മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ 10 മുതൽ 100 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട്. ഇനി സ്മോൾ ക്യാപ് സെക്ടറിൽ ഏകദേശം 720ഓളം സ്റ്റോക്കുകളിലാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് പ്രാതിനിധ്യമുള്ളത്. ഇതിൽ 481ഓളം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 192ഓളം സ്റ്റോക്കുകളിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുകയും 77ഓളം സ്റ്റോക്കുകളിൽ സ്റ്റേക്ക് ഹോൾഡിംഗിൽ മാറ്റമില്ലാതെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ് സെക്ടറിലെ 20ഓളം സ്റ്റോക്കുകളിൽ 100 മുതൽ 665 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 125ഓളം സ്റ്റോക്കുകളിൽ 10 മുതൽ 100 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സെബി ഉൾപ്പെടെയുള്ള പല അനലിസ്റ്റുകളും അല്ലെങ്കിൽ പല ഏജൻസികളും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഷനിലാണ്, ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ബബിളിലേക്ക് വഴി തെളിയിച്ചേക്കാം, അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ സ്ട്രെസ് ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ മാർച്ച് മാസത്തിൽ വളരെ വലിയൊരു കറക്ഷൻ ഫേസ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 4.7%, മിഡ് ക്യാപ് ഇൻഡെക്സ് 0.1%മാണ് മന്ത് ഓൺ മന്ത് ബേസ് മാർച്ച് മാസത്തിൽ കറക്റ്റായത്. ഇതിൽ തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു സ്റ്റോക്കാണ് സംവർധന മദർസൺ ഇൻ്റർനാഷണൽ. സംവർധന മദർസൺ ഇൻ്റർനാഷണലിൽ 886 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സെയിൽ അല്ലെങ്കിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 883 കോടിയുടെയും കാനറ ബാങ്കിൽ 604 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ മാർച്ച് മാസത്തിൽ ഏറ്റവും അധികം സെല്ലിംഗ് നടത്തിയ ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്കാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ മാർച്ച് മാസത്തിൽ ബൈയിങ് നടത്തിയ 10 മിഡ് ക്യാപ് സ്റ്റോക്കുകളെയും സെല്ലിംഗ് നടത്തിയ 10 മിഡ് ക്യാപ് സ്റ്റോക്കുകളെയും പരിചയപ്പെടാം. ഒന്നാമത്തേത് സംവർധന മദർസൺ ഇൻ്റർനാഷണൽ. മാർച്ച് മാസത്തിൽ സംവർധന മദർസൺ ഇൻ്റർനാഷണലിൻ്റെ 7.32 കോടി ഷെയറുകൾ അക്വയർ ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം 886 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 6.35 കോടി ഷെയറുകൾ സ്വന്തമാക്കി 882 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കാനറ ബാങ്കിൽ മ്യൂച്വൽ ഫണ്ട് 603 കോടിയുടെയും സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈൻഡ് ഇൻഷുറൻസ് കമ്പനിയിൽ 479 കോടിയുടെയും മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 447 കോടിയുടെയും അരബിന്ദോ ഫാർമയിൽ 347 കോടിയുടെയും ക്രോംപ്ടൺ ഗ്രീവ്സ് ആൻഡ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസിൽ 331 കോടിയുടെയും IDFC ഫസ്റ്റ് ബാങ്കിൽ 322 കോടിയുടെയും PFCയിൽ 315 കോടിയുടെയും വോൾട്ടാസിൽ 222 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതേസമയം മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്ത ചില മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ശ്രീറാം ഫിനാൻസിൽ 514 കോടിയുടെ സെല്ലിംഗ് നടത്തി. ലുപിനിൽ 468 കോടിയുടെയും PB ഫിൻടെക്കിൽ 438 കോടിയുടെയും ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിൽ 434 കോടിയുടെയും കുമിൻസിൽ 433 കോടിയുടെയും ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ 292 കോടിയുടെയും മാക്സ് ഫിനാൻഷ്യൽ സർവീസിൽ 287 കോടിയുടെയും CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷനിൽ 260 കോടിയുടെയും PA ഇൻഡസ്ട്രീസിൽ 285 കോടിയുടെയും സോളാർ ഇൻഡസ്ട്രീസിൽ 245 കോടിയുടെയും സെല്ലിംഗ് നടത്തി. സ്മോൾ ക്യാപ് സെക്ടറിൽ NLCയിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം ബൈയിങ് നടത്തിയത്. ഏകദേശം 665 കോടിയുടെ ബൈയിങ് നടത്തി. അതേസമയം ബാറ്റ ഇന്ത്യ എന്ന സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ 276 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇനി സ്മോൾ ക്യാപ് സെക്ടറിലെ 10 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം ബൈയിങ് നടത്തിയത്. ഒന്ന് NLC ഇന്ത്യയിൽ 665 കോടിയുടെ ബൈയിങ് നടത്തി. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സിൽ 405 കോടിയുടെയും സുവീൻ ഫാർമസ്യൂട്ടിക്കലിൽ 282 കോടിയുടെയും GR ഇൻഫ്ര പ്രോജക്റ്റിൽ 261 കോടിയുടെയും CIE ഓട്ടോമോട്ടീവ് ഇന്ത്യയിൽ 239 കോടിയുടെയും പിരാമൽ ഫാർമയിൽ 239 കോടിയുടെയും MCXൽ 208 കോടിയുടെയും ഡോക്ടർ ലാൽപത്ത് ലാബിൽ 223 കോടിയുടെയും ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റിൽ 216 കോടിയുടെയും കോഫോർജിൽ 210 കോടിയുടെയും ബൈയിങ് നടത്തി.
ബാറ്റ ഇന്ത്യയിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം സെല്ലിംഗ് നടത്തിയത്, 276 കോടിയുടേത്. ഭാരത് ഡൈനാമിക്സിൽ 192 കോടിയുടെയും, ഹിന്ദുസ്ഥാൻ കോപ്പറിൽ 178 കോടിയുടെയും, ഫീനിക്സ് മില്ലിൽ 175 കോടിയുടെയും, അപ്പാർ ഇൻഡസ്ട്രീസിൽ 148 കോടിയുടെയും, അപ്പോളോ ടയറിൽ 147 കോടിയുടെയും, തെർമാക്സിൽ 143 കോടിയുടെയും, ടാറ്റ കെമിക്കൽസിൽ 124 കോടിയുടെയും, കിംസിൽ 104 കോടിയുടെയും, ബ്ലൂ സ്റ്റാറിൽ 103 കോടിയുടെയും സെല്ലിംഗ് ആണ് മ്യൂച്വൽ ഫണ്ട് നടത്തിയത്. ഇനി ഇപ്പോഴും ചില ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളതും മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെയിൽ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം ഏകദേശം സെയിൽ എന്ന സ്റ്റോക്കിൽ മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് 852 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സെയിൽ എന്ന സ്റ്റോക്ക് 0.89% ഉയർന്ന് 182 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 63,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 20.34, ഡിവിഡൻഡ് ഈൽഡ് 0.82%, 52 വീക്ക് ഹൈ 185, 52 വീക്ക് ലോ 80. ഒരു മാസം കൊണ്ട് 13% റിട്ടേണും ഒരു വർഷം കൊണ്ട് 85% റിട്ടേണും നൽകി. സെയിൽ എന്ന സ്റ്റോക്ക് 12 വർഷത്തിന് ശേഷം ആദ്യമായാണ് 150 എന്ന ടാർഗറ്റ് മറികടക്കുന്നത്. ഇവിടെ ഇൻട്രീം ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് വേണ്ടി ഗവൺമെൻറ് വലിയ രീതിയിലുള്ള തുക നീക്കിവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സ്റ്റീൽ ഡിമാൻഡ് ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് സെയിൽ എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഉയരുകയാണ്. ഗ്ലോബൽ മാർക്കറ്റിലും സ്റ്റീലിൻ്റെ വില വർദ്ധിക്കുന്നു. കൂടാതെ എമർജിംഗ് എക്കോണമികൾ വരും വർഷങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്തും എന്ന് പല പ്രൊജക്ഷൻ റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്. 2024 വർഷത്തിൽ എമർജിംഗ് എക്കോണമി 3.1%, 2025 വർഷത്തിൽ 3.2% വളർച്ച രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ വളരും. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ വളരുന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് സെയിൽ എന്ന സ്റ്റോക്ക്. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി നോൺ ഫെറസ് മെറ്റൽ സെക്ടറിൻ്റെ ഏണിംഗ് പെർ ഷെയറിലും എബിറ്റയിലും ഗണ്യമായ വർധന ഉണ്ടാകുമെന്നും പല റേറ്റിംഗ് ഏജൻസികളും പറയുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ICRA പോലുള്ള പല റേറ്റിംഗ് ഏജൻസികളും സ്റ്റോക്കിന് സ്റ്റേബിൾ എന്ന റേറ്റിംഗ് അല്ലെങ്കിൽ സെയിൽ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾക്ക് സ്റ്റേബിൾ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഡൊമസ്റ്റിക് ഓപ്പറേറ്റിംഗ് മാർജിനിൽ 17 മുതൽ 17.5% വർധനവ് വരും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റയർ സ്റ്റീൽ സെക്ടറിനെ തന്നെ ICRA എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റേബിൾ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള സ്റ്റീലിൻ്റെ വില ഉയരുന്നതും ഡൊമസ്റ്റിക് മാർക്കറ്റിലെ സ്റ്റീലിൻ്റെ ഡിമാൻഡ് ഉയരുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സെയിൽ എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് സെയിലിൽ കാണാൻ സാധിക്കുക. സെയിൽ എന്ന സ്റ്റോക്ക് ഇവിടെ നിന്നും ആൾറെഡി ബ്രേക്കൗട്ട് ലെവലിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇനി ഈ ബ്രേക്കൗട്ടിൻ്റെ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം സെയിലിൽ പ്രതീക്ഷിക്കാം. 144 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിൽ 165 രൂപ വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് സെയിൽ എന്ന സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. സെയിലിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ളൊരു ഫോർമേഷൻ വന്നതിന് ശേഷം മന്ത് ഓൺ ബേസിൽ അല്ലെങ്കിൽ മന്ത്ലി ലെവലിൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി സ്റ്റോക്ക് തയ്യാറെടുക്കുകയാണ്. ഇവിടെ നിന്നും ബൈയിങ് മൊമെൻറ്റം തുടരുകയാണെങ്കിൽ പൊസിഷണൽ പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ചിലപ്പോൾ 200 വരെയുള്ള ടാർഗറ്റിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തേത് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. റീസെൻ്റ്ലി മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏകദേശം 447 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നടത്തിയത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാക്സ് ഹെൽത്ത് കെയർ 4.42% ഉയർന്ന് 865 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 84,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 79.81, ഡിവിഡൻഡ് ഈൽഡ് 0.12%, 52 വീക്ക് ഹൈ 910, 52 വീക്ക് ലോ 434. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 13% റിട്ടേണും ഒരു വർഷം കൊണ്ട് 90% റിട്ടേണും നൽകി. മാക്സ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ ടാർഗറ്റായ 900 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റ് ഈ സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ബ്രേക്കൗട്ട് ലെവലിന് അടുത്തായിട്ടാണ്. ഇവിടെയും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും. 828 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 900 രൂപയുടെ ടാർഗറ്റാണ് മാക്സ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ നൽകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്